ഒടുവിൽ അയൽരാജ്യങ്ങളിൽ ഇളവുമായി ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കാനഡയ്ക്കെതിരെ US പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ താൽക്കാലികമായി ട്രംപ് മരവിപ്പിച്ചു. ഒരു മാസത്തേക്ക് നടപടി ഉണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഡൊണാൾഡ് ട്രംപുമായി കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ധാരണയായത്. അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് തന്റെ കടുത്ത തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിൻവാങ്ങിയത്. ഇതോടെ മെക്സിക്കോയ്ക്ക് പിന്നാലെ കാനഡയ്ക്കും അല്പം ആശ്വാസമായിരിക്കുകയാണ്. യുഎസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയതോടെ മെക്സിക്കോയ്ക്ക് മേൽ പ്രഖ്യാപിച്ച 25% ഇറക്കുമതി തീരുവ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മാസത്തേക്ക് മരവിപ്പിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ട്രംപിന്റെ സുപ്രധാന നടപടി. യുഎസിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിന് അതിർത്തികളിൽ 10,000 സൈനികരെ നിയോഗിക്കുമെന്ന് ക്ലൗഡിയ ഷെയ്ൻബോ തുറന്നു പറയുകയും ചെയ്തു. ആഗോള വ്യാപാര യുദ്ധത്തിനാണ് ട്രംപിന്റെ നടപടികൾ പ്രധാനമായും വഴിതെളിച്ചത്. ആഗോള വിപണി തകർച്ചയും നേരിട്ടു. ട്രംപും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബാവും ഇറക്കുമതി ചുങ്കം മരവിപ്പിച്ച കാര്യം അറിയിക്കുകയും ചെയ്തു. ട്രംപും ക്ലൗഡിയയും 3/4 മണിക്കൂറോളം ടെലിഫോണിൽ സംസാരിക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് തീരുമാനം എന്നതാണ് നിലവിലെ സൂചന. വളരെ സൗഹാർദ്ദപരമായ സംഭാഷണം എന്നാണ് ക്ലൗഡിയയുമായുള്ള സംഭാഷണത്തെ ട്രംപ് പ്രധാനമായും വിശേഷിപ്പിച്ചത്. യുഎസുമായുള്ള അതിർത്തിയിൽ 10,000 സൈനികരെ കൂടി വിന്യസിപ്പിക്കുമെന്ന് മെക്സിക്കോ യുഎസിന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ക്ലൗഡിയ വെളിപ്പെടുത്തി. യുഎസിലേക്കുള്ള ലഹരിമരുന്ന് കള്ളക്കടത്ത് തടയുക എന്നതായിരിക്കും ഇവരുടെ പ്രധാന ലക്ഷ്യം. മെക്സിക്കോയ്ക്ക് മേൽ തീരുവ ചുമത്തുന്നതിനുള്ള പ്രധാന കാരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് തെക്കൻ അതിർത്തിയിലൂടെയുള്ള ലഹരിമരുന്ന് കടത്ത് തടയുന്നില്ല എന്നതാണ്. നേരത്തെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തിയ കാനഡ കഴിഞ്ഞ ദിവസം തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാനഡിയൻ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ. പ്രതിസന്ധികളെല്ലാം തന്നെ കാനഡ അമേരിക്കയ്ക്കൊപ്പം നിന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണമെന്നും അമേരിക്കയെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കാനുള്ള മാർഗം കാനഡയുമായുള്ള പങ്കാളിത്തമാണെന്നും ട്രൂഡോ തുറന്നു പറയുകയുണ്ടായി. കാനഡക്കാരുടെ US കാണിച്ചത് യഥാർത്ഥത്തിൽ വഞ്ചനയാണ്. അഫ്ഗാനിസ്ഥാനിൽ USനൊപ്പം കാനഡിയൻ സൈന്യം പോരാട്ടത്തിനിറങ്ങുകയും ചെയ്തു. കാലിഫോർണിയയിലെ കാട്ടുതീ മുതൽ കത്രീന ചുഴലിക്കാറ്റ് വരെയുള്ള പ്രതിസന്ധികളിലെല്ലാം കാനഡ USനൊപ്പം നിലനിൽക്കുകയുണ്ടായി. അത് അമേരിക്ക പ്രത്യേകം ഓർക്കണം. ഡൊണാൾഡ് ട്രംപിന് അമേരിക്ക പുതിയൊരു സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും മികച്ച വഴി കാനഡയുമായുള്ള പങ്കാളിത്തമാണ്, അല്ലാതെ തങ്ങളെ ശിക്ഷിക്കുകയല്ലെന്നും ട്രൂഡോ വെളിപ്പെടുത്തി. നേരത്തെ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരും മയക്കുമരുന്നും USലേക്ക് എത്തുന്നത് അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ 25% ഇറക്കുമതി നികുതി ചുമത്തുമെന്നാണ് ട്രംപ് പ്രധാനമായും വ്യക്തമാക്കിയിരുന്നത്. അതിന് തിരിച്ചടി എന്നോണമായിരുന്നു കാനഡയുടെ നടപടി. അമേരിക്കൻ ഭീഷണി നേരിടാനുള്ള പ്ലാൻ ബി തയ്യാറാക്കി വരികയാണെന്ന് മെക്സിക്കോ പ്രസിഡന്റും പറഞ്ഞിരുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും തിരികെ 25% ഇറക്കുമതി ചുമത്താനായിരുന്നു പ്രധാന നീക്കം. മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുമായി മെക്സിക്കോ സർക്കാരിന് ബന്ധമുണ്ടെന്ന ട്രംപിന്റെ ആരോപണം മെക്സിക്കൻ സർക്കാർ നിഷേധിക്കുകയും ചെയ്തു. അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന 20%-ഓളം പന്നി മാംസവും ചീസും സ്റ്റീലും അലൂമിനിയവും ഇറക്കുമതി ചെയ്യുന്നത് കൂടുതലും മെക്സിക്കോയിൽ നിന്നാണ്. ഇക്കാര്യത്തിൽ അമേരിക്കൻ ജനത ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണെന്നും ഭാവിയിൽ രാജ്യത്തിന് ഇത് ഗുണം ചെയ്യുമെന്നുമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയത്. അതിനിടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് നേരെയും ട്രംപ് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. കാനഡ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമായി മാറിയാൽ ഇറക്കുമതി തീരുവയിൽ നിന്നും ഒഴിവാക്കാമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അയൽരാജ്യങ്ങളുമായുള്ള ഒത്തൊരുമയിൽ ട്രംപ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതോടെ താൽക്കാലിക ആശ്വാസത്തിലാണിപ്പോൾ എന്ന് പറയാം. അമേരിക്കൻ ഇറക്കുമതിയുടെ 40% മെക്സിക്കോ, കാനഡ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലും വരുന്നത്. ട്രംപിന്റെ നയങ്ങൾ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് തന്നെ കാരണമായേക്കുമെന്ന വിമർശനവും ശക്തമായി ഉയർന്നിരുന്നു.